ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വൈകുന്നേരം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ നെയ്ബറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇത് ആ നെയ്ബറിൻ്റെ വലിയൊരു ട്രക്കാണ്. അപ്പോൾ ട്രക്കിൻ്റെ കൂടെ ഞാൻ നോക്കുമ്പോൾ എന്തുവാണോ എനിക്ക് മനസ്സിലായില്ലെന്നല്ല, ഞാനിത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെ മൊബൈൽ ഹൗസുകൾ. പക്ഷേ എന്നാലും എനിക്കൊരിക്കലും ഇതിൻ്റെ അകത്ത് കയറി ഇൻസൈഡ് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ നെയ്ബറിനോട് ചോദിച്ചു, ഇതിൻ്റെ അകം ഒന്ന് കാണിച്ചു തരുമോ? അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിനും, കാരണം നാട്ടിലൊക്കെ ഇത് വളരെ റെയറാണെന്നാണ് എൻ്റെ അറിവ്, ഞാനടുത്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം ഒരു മൊബൈൽ ഹൗസിൻ്റെ ഇൻസൈഡ് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് വലിയൊരു ട്രക്കാണ് കണ്ടോ, ഇതൊരു ഹെവി ലോങ് സ്ട്രോങ് ട്രക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും അത്രയും വലിയ ഈ മൊബൈൽ ഹൗസ് എങ്ങനെ ഒരു റോഡിൽ കൂടെ എങ്ങനെ പോകുമെന്ന്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ പറയാം. ഇത് പോകുമ്പം ഈ വണ്ടിയുടെ കണ്ടോ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യും. ഇത് അറ്റാച്ച് ചെയ്തിട്ട് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പം ഇതും പുൾ ഓവർ ചെയ്യും. അങ്ങനെയാണ് ഇത് റോഡിൽ കൂടെ പോകുന്നത്. അപ്പം നിങ്ങൾ കാണുമായിരിക്കും ഇത് ഭയങ്കര വലുതാണല്ലോ, ഇത് എങ്ങനെയാണ് ഈ പാട്ട് റോഡിൽ കൂടെ പോകുന്നതെന്ന്. പക്ഷേ വണ്ടി ഓടിക്കുമ്പം ഈ പാട്ട് ഇൻസൈഡിലോട്ട് പുള്ളിനാവും. ഇതാ ഇൻസൈഡിലോട്ട് പോകും. ഉണ്ടോ, ഇൻസൈഡിലോട്ട് പോയി കഴിയുമ്പം പിന്നെ ഇത് ഇങ്ങനെ റോഡിൽ കൂടെ പോകാൻ പറ്റും. കണ്ടോ, ഇതിനും സ്വന്തമായിട്ട് വീലുണ്ട്. ഇതൊരു 5 വീലാണുള്ളത്. 5 വീല് ആ ട്രക്കുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് വളരെ കൂളായിട്ട് പോകും. അപ്പം ഞാൻ നിങ്ങളെ ഇതിൻ്റെ അകം എങ്ങനെയാണ്, ബാത്റൂം, ലിവിങ് റൂം, കിച്ചണ്, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പം എന്നോടൊപ്പം വരൂ, ഞാൻ നിങ്ങളെ ഇതിനകം കാണിച്ചു തരാം. താങ്ക് യു. അമേരിക്കൻസിന് ലോങ് ട്രിപ്പ് വളരെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ലോങ് ട്രിപ്പിന് പോകുമ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതാണ് ബ്രിക്ലി Z26 5 വീലുള്ള ഒരു വെഹിക്കിൾ. ഇപ്പം നിങ്ങൾ ഓർക്ക് ഇത് എന്തുവാണെന്ന്. ഇതൊരു മൊബൈൽ ഹൗസാണ്. അത് ഈ കാറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കേട്ടോ, ഈ കാറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഇതൊരു വീടാണ്, ഇതൊരു ഹൗസാണ്. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിൻ്റെ ഇൻസൈഡ് എങ്ങനെയാണെന്ന്. ഒരു ഫാമിലിക്ക് വളരെ നന്നായിട്ട് യാത്ര ചെയ്യാനായിട്ടുള്ള സൗകര്യം, യാത്രയെന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങാനും ഫുഡ് കഴിക്കാനും റെസ്റ്റ് എടുക്കാനും എൻ്റർടൈൻമെൻറ്റിനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പം നിങ്ങൾ എന്നോടൊപ്പം വന്ന് ഞാൻ നിങ്ങളെ ഇതിനകം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എന്നോടൊപ്പം വരൂ. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കിടക്കുവാണ്, നിങ്ങൾ എന്നോടൊപ്പം വരൂ, നമുക്ക് കാണാം ഇതിൻ്റെ അകം എങ്ങനെയാണെന്ന്. ഉണ്ട്, ഇവിടെ സ്റ്റെയർ കേസൊക്കെ ഉണ്ട്. ഞാൻ അകത്തോട്ട് കയറി. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾ ഓർക്കും ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ്, ഒരു വീടിനകമാണെന്ന്. ഇവിടെ കിച്ചൺ ഉണ്ട്, നമുക്കിവിടെ കാണാം മൈക്രോവേവ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റൗ ഉണ്ട്, പാത്രം കഴുകാനായിട്ടുള്ള സെറ്റപ്പും കബോർഡും, നമുക്ക് മുളകും മല്ലിയൊക്കെ വെക്കാൻ സ്ഥലമുണ്ടോ, എല്ലാത്തിനുമുള്ള സ്ഥലമുണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രിഡ്ജുണ്ട്. അതോടൊപ്പം ചേർന്ന് തന്നെ കബോർഡുകളുണ്ട്. ഉണ്ട്, ഇവിടെ എല്ലാം സ്റ്റോറേജാണ്, എല്ലാ സാധനങ്ങളും. പിന്നെ നമുക്ക് ഇപ്പം കിടക്കണ്ട, എൻ്റർടൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കൗച്ചുണ്ട്. അതോടൊപ്പം തന്നെ TV ഉണ്ട്. ഇഷ്ടമുള്ള മൂവിയാണോ എന്താണോ കാണേണ്ടത് അതിനുള്ള സൗകര്യമുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾ എന്നോടൊപ്പം അകത്തോട്ട് വരൂ. ഇവിടെ വിശാലമായ ബെഡ്റൂം. അത് വെറും ബെഡ്റൂം അല്ല, ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇപ്പോൾ ഉള്ളിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാം, ഉണ്ടോ, വിത്ത് ഷവറാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാത്റൂം. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ബെഡ്റൂം. നമുക്ക് സ്മോൾ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഫാമിലിക്ക് നന്നായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡ്റൂം. ആ ബെഡ്റൂമിനോട് കൂടി ഇവിടെയും തന്നെ നമുക്ക് TV ഉണ്ട്. ഇവിടെ നമുക്ക് TV ഉണ്ട്. അതെ, നമുക്കിവിടെ ബെഡിൽ കിടന്നുകൊണ്ട് TV കാണണമെങ്കിൽ അങ്ങനെയുമുണ്ട്. അപ്പം ഒരു ഫാമിലിക്ക് വളരെ സന്തോഷമായിട്ടും റിലാക്സ് ആയിട്ടും. ഇപ്പം ഇതെൻ്റെ നെയ്ബറിൻ്റെയാണ്. ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു 5 വീക്സ് ഫ്ലോറിഡയ്ക്ക് അവർ വെക്കേഷന് പോവുകയാണെന്ന്. അപ്പം നമുക്ക് നമ്മുടെ ഈ ഫാമിലിക്ക് ഓൾ ദ ബെസ്റ്റ് ടു എൻജോയ് ദർ വെക്കേഷൻ. ആൻഡ് ദേ ഗേവ് us the opportunity for you all to see this mobile house. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായെങ്കിൽ കമൻറ്റ് പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.